ലാഹോറിലെ ഫ്ലാറ്റ് ട്രാക്കിൽ 274 ഇന്ത്യയെ സംബന്ധിച്ച് അന്നൊരു ബാലികേറാൻ പാലിക്കുന്നതായിരുന്നില്ല. വീരു, ഗംഭീർ, റൈന, യുവി, MST അവർ വീണുപോയാൽ പിറകെ എത്തുന്ന പത്താനും രോഹിത്തും ഉത്തപ്പയും. ബാറ്റ് പിടിച്ച് കൈത്തഴക്കം വന്ന 8 വരിക പേരുകൾ അന്ന് ഇന്ത്യൻ നിരയിലുണ്ട്. അവരെയൊക്കെ വീഴ്ത്തിയാലല്ലാതെ ജയവർദ്ധനയ്ക്ക് ആ കിരീടം ലങ്കൻ മണ്ണിലേക്ക് കൊണ്ടുപോകാനാകില്ലായിരുന്നു. അതത്ര ചെറിയ പണിയൊന്നുമായിരുന്നില്ല. അയാൾ തൻ്റെ യാവനാടിയിൽ നിന്ന് ആ വജ്രായുധത്തെ പുറത്തെടുത്തു. അജന്ത വിൻസ്ലോ മെൻഡിസ്. ഏഷ്യ കപ്പിലേക്കുള്ള ശ്രീലങ്കൻ സ്ക്വാഡിലേക്ക് വിളിയെത്തുമ്പോൾ വെറും 3-3 ഏകദിനം കളിച്ച പരിചയം മാത്രമാണ് മെൻഡിസിനുണ്ടായിരുന്നത്. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ വിക്കറ്റൊന്നും എടുക്കാനാകാതിരുന്ന മെൻഡിസ് പിന്നെയുള്ള 3 മത്സരങ്ങളിൽ നിന്ന് 11 വിക്കറ്റുകൾ പോക്കറ്റിലാക്കി കഴിഞ്ഞിരുന്നു. ഇന്ത്യക്കെതിരെ അയാൾ ആദ്യമായാണ് കളത്തിലിറങ്ങുന്നത്. ചമിന്ദാവാസിനെയും തിലൻ തുഷാരെയും കണക്കിന് പ്രഹരിച്ച് വീരു ടോപ്പ് ഗിയറിലായ സമയം 10ാം ഓവർ എറിയാൻ ജയവർദ്ധനെ മെൻഡിസിനെ വിളിക്കുന്നു. ആ കോൾ കളിയുടെ ഗതിക തന്നെ തിരിച്ചു. മെൻഡിസ് എറിഞ്ഞ 2ാം പന്തിൽ സെവാഗ് വീണു. ക്രീസിൽ നിന്നിറങ്ങി പന്തിനെ ചാർജ് ചെയ്യാൻ തുനിഞ്ഞ വീരുവിന് അതിന്റെ ദിശ മനസ്സിലായില്ലെന്ന് വേണം പറയാൻ. സംഘക്കാര ബെയിൽസ് ഇളക്കി. യുവരാജ് ബാറ്റിംഗ് എൻഡിലേക്ക് നടന്നെടുത്തു. നേരിട്ട 2ാം പന്തിൽ തന്നെ യുവി ക്ലീൻ ബൗൾഡ്. ക്യാരം ബോൾ എത്ര അപകടകാരിയാണെന്ന് ക്രിക്കറ്റ് ലോകം തിരിച്ചറിയുന്നത് ചിലപ്പോൾ അന്നാകണം. തങ്ങൾക്ക് മുന്നിൽ കുത്തിത്തിരിക്കുന്ന പന്തിന്റെ സഞ്ചാരഗതി തിരിച്ചറിയാതെ ബാറ്റർമാർ വട്ടം കറങ്ങി. കുറ്റിതെറിക്കുന്നത് നിസ്സഹായരായി നോക്കി നിന്നു. ലാഹോറിൽ അക്ഷരാർത്ഥത്തിൽ അന്ന് അതൊക്കെയാണ് സംഭവിച്ചത്. ഗൂഗിളികൾ, ഓഫ് ബ്രേക്സ്, ലെഗ് ബ്രേക്സ്, ഫ്ലിപ്പേഴ്സ്, ടോപ്പ് സ്പിന്നർ, അങ്ങനെ മെൻഡിസിന്റെ വിരലുകളിൽ ഒളിഞ്ഞുകിടന്ന അത്ഭുതങ്ങൾ പലതും അന്ന് ആ മൈതാനം കണ്ടു. 13ാം ഓവറിൽ സുരേഷ് റൈന വീണു. മെൻഡിസിനെതിരെ ഒരു പുൾ ഷോട്ടിന് ശ്രമിച്ച റൈനക്ക് ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നു. കണക്റ്റാകാതെ പോയ പന്തുകളൊക്കെ അന്ന് സ്റ്റംപിനെ ലക്ഷ്യമാക്കിയാണ് എത്തിയത്. 16ാം ഓവറിൽ രോഹിത്തിനെ മെൻഡിസ് വിക്കറ്റിന് മുന്നിൽ കുരുക്കി. ഇന്ത്യ 97-5 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. ക്യാപ്റ്റൻ ധോണി റോബിൻ ഉത്തപ്പക്കൊപ്പം ചേർന്ന് രക്ഷാദൗത്യം ഏറ്റെടുത്തു. 27ാം ഓവറിൽ ആ കൂട്ടുകെട്ടിനെ മുത്തയ്യ മുരളീധരൻ പൊളിച്ചു. ഉത്തപ്പ വീണു. 32ാം ഓവറിൽ പത്താനെയും RP സിംഗിനെയും അടുത്തടുത്ത പന്തുകളിൽ വീഴ്ത്തി മെൻഡിസ് ഇന്ത്യയെ വലിയൊരു വാരിക്കുടിയിലേക്കാണ് തള്ളികിട്ടത്. പിന്നെ ധോണിക വീഴ്ത്തി ചമിന്ദാവാസ് കളിയുടെ വിധിയെഴുതി. മൈതാനത്ത് തീർക്കാനുള്ള ബാക്കി ചടങ്ങുകൾ കുലശേഖരയാണ് പൂർത്തിയാക്കിയത്. 100 റൺസിന്റെ കൂറ്റൻ ജയവുമായി ശ്രീലങ്ക ഏഷ്യ കപ്പിൽ മുത്തമിട്ടു. കളിയുടെയും പരമ്പരയുടെയും താരം മെൻഡിസ് ആയിരുന്നു. മിസ്റ്ററി സ്പിന്നർ. ആ ലേബലോടെയാണ് മെൻഡിസ് ക്രിക്കറ്റ് ലോകത്തേക്ക് രംഗപ്രവേശം ചെയ്തത്. ഏഷ്യ കപ്പിൽ ഇന്ത്യയെ കറക്കി വീഴ്ത്തിയ അയാളുടെ മാന്ത്രിക പന്തുകൾ ക്രിക്കറ്റ് സർക്കിളുകളെ ചൂടുപിടിപ്പിച്ച ചർച്ചകൾക്ക് വഴിമരുന്നിട്ടു. ലങ്കൻ ക്രിക്കറ്റിൽ ഒരവതാരപ്പിറവിയായിരുന്നു അത്. അരങ്ങേറ്റ വർഷം അയാൾ മൈതാനങ്ങളിൽ നാട്ടിയിട്ട നാഴികക്കല്ലുകളൊക്കെ അതിനെ അടിവരയിട്ടു. ഏകദിന ക്രിക്കറ്റിൽ വെറും 19 മത്സരങ്ങൾ കൊണ്ടാണ് 50 വിക്കറ്റ് നേട്ടം മെൻഡിസ് തന്റെ പേരിൽ എഴുതി ചേർത്തത്. അജിത് അഗാർക്കറിന്റെ 10 വർഷം പഴക്കമുള്ള റെക്കോർഡ് കടപുടങ്ങി. അരങ്ങേറ്റ വർഷം 13.14 ശരാശരിയിൽ 64 വിക്കറ്റുകൾ, 3 തവണ 5 വിക്കറ്റ് നേട്ടം. ശ്രീലങ്കൻ ക്രിക്കറ്റിൽ മുത്തയ്യ മുരളീധരന് ശേഷം ആര് എന്ന ചോദ്യത്തിന് മറുപടി ലഭിച്ചിരിക്കുന്നു എന്ന് പലരും അടക്കം പറഞ്ഞു. 2008 ഏഷ്യ കപ്പ് കഴിഞ്ഞ് ആഴ്ചകൾക്കിപ്പുറം ഇന്ത്യ ശ്രീലങ്കൻ മണ്ണിലേക്ക് ഒരു ടെസ്റ്റ് പരമ്പരക്കായി യാത്ര തിരിച്ചു. ആ സംഘത്തിൽ സച്ചിനും ലക്ഷ്മണും ദ്രാവിഡുമൊക്കെ ഉണ്ടായിരുന്നു. ഏഷ്യ കപ്പ് പോലെ മെൻഡിസിന് അത്ര എളുപ്പമാകില്ല കാര്യങ്ങൾ എന്ന് പലരും പരമ്പരയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ അയാൾക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. 3 മത്സരങ്ങളിൽ നിന്ന് 26 വിക്കറ്റുകൾ. അരങ്ങേറ്റ ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ നേടുന്ന താരം എന്ന റെക്കോർഡ് അന്ന് മെൻഡിസിനെ തേടിയെത്തി. അതേസമയം ഇന്ത്യ അടിയറ വെച്ച അതേ പരമ്പരയിലെ 2ാം മത്സരത്തിൽ മെൻഡിസിനെയും മുരളീധരനെയും ഫിയർലെസ് ആയി നേരിട്ട സേവാഗിന്റെ ഇന്നിങ്സ് പലരും നോട്ട് ചെയ്തു. അഗ്രസീവ് മോഡിലായിരുന്നു അന്ന് വീരു. മെൻഡിസ് അടക്കമുള്ളവർ കണക്കിന് തല്ല് വാങ്ങിക്കൂട്ടി. മിസ്റ്ററി ബോളർമാരെ ആക്രമിച്ച് കളിക്കുക എന്നതായിരുന്നു വീരുവിന്റെ പോളിസി. എന്നാൽ മെൻഡിസ് അപ്പോഴും ക്രിക്കറ്റ് ലോകത്ത് ഒരഴിയാക്കുരുക്കായി അവശേഷിച്ചു. കൈവിരലുകളിൽ അയാൾ ഒളിപ്പിച്ച നിഗൂഢതകൾ പലതും ഡീകോഡ് ചെയ്യപ്പെടാതെ കിടന്നു. ഒടുവിൽ 2 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യ തന്നെ ആ കുരുക്ക് അഴിച്ചു. ക്യാരം ബോളുകൾക്കെതിരെ ഓൺ ഡ്രൈവ് ഷോട്ടുകൾ കളിക്കാതിരിക്കുക എന്നതായിരുന്നു ആ പരമ്പരയിൽ ഇന്ത്യയുടെ തീരുമാനം. മെൻഡിസ് പന്തെറിയാനെത്തുമ്പോൾ മിഡോൺ ഒഴിച്ചിട്ട് ഈസി സിംഗിളുകൾക്കായി ബാറ്റർമാരെ പ്രലോഭിപ്പിക്കുന്നത് ലങ്കയുടെ തന്ത്രമായിരുന്നു. ലെഗ് സൈഡിൽ നിന്ന് ഓഫ് സ്റ്റംപിലേക്ക് ബൗൺസോടെ കുത്തിത്തിരിക്കുന്ന ക്യാരം ബോളുകൾക്കെതിരെ ഇത്തരം ഷോട്ടുകൾ കളിക്കുന്നത് അപകടകരമാണ്. ഇന്ത്യ ആ പ്രലോഭനത്തിൽ ഇക്കുറി വീണില്ല.
അജന്ത മെൻഡിസ് എക്സ്പോസ്ഡ്. മറ്റ് ടീമുകളൊക്കെ ഇന്ത്യ പരീക്ഷിച്ച് വിജയിച്ച അതേ തന്ത്രം മൈതാനത്ത് പയറ്റി. മെൻഡിസ് നിരായുധനായി തുടങ്ങി. ശ്രീലങ്കയിൽ ആഭ്യന്തര ക്രിക്കറ്റ് ദുർബലമായതിനാൽ തന്നെ തൻ്റെ ബോളിംഗ് രാഗിമിനിക്ക് മടങ്ങിയെത്താൻ മെൻഡിസിന് അധികം അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. പുതിയ വേരിയേഷനുകൾ ഇല്ലാതെയായി. പതിയെ മെൻഡിസ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിൻ്റെ പടിക്ക് പുറത്തായി. അരങ്ങേറ്റ കാലത്ത് അതിശയ പ്രകടനങ്ങളുടെ നിഴൽ മാത്രമായി അയാൾ പിന്നെ. 2015 മെൻഡിസ് ശ്രീലങ്കൻ ജേഴ്സിയിൽ അവസാനമായി ഒരു അന്താരാഷ്ട്ര മത്സരം കളിക്കുന്നത്. ഒടുക്കം 2019 തൻ്റെ 34-ാം വയസ്സിൽ ക്രിക്കറ്റിൻ്റെ മുഴുവൻ ഫോർമാറ്റുകളിൽ നിന്നും അയാൾ വിരമിക്കൽ പ്രഖ്യാപിച്ചു.